നമസ്കാരം. ഇന്ന് നമുക്ക് ഒന്നുകൂടെ കോട്ടയം വരെ പോയച്ചു. ഇയാൾ എന്നതിനാടെ പോയി ഇടയ്ക്കിടയ്ക്ക് കോട്ടയത്തിന് പോണേ എന്നല്ലേ ഇപ്പം നിങ്ങൾ ആലോചിച്ചേ? കാര്യമുണ്ടേ, ഇന്നത്തെ സ്പെഷ്യലും അവിടെ നിന്നാണ്. പിടിയും കോഴിയും. ഇത് തന്നെ സാധനം. നല്ല വെളുവെളുമ്പൻ പാൽപ്പിടിയും നല്ല വറുത്തരച്ച നാടൻ കോഴിക്കറി. എന്നാ ശേലാണല്ലേ കാണാൻ. അത് തന്നെ. അപ്പോൾ ഇന്ന് നമ്മ ഇതിയാനെയാണ് പുഴുങ്ങിയെടുക്കാൻ പോണത്. അത് നല്ല തേങ്ങാപ്പാലിൽ. എന്നാൽ തുടങ്ങാം. ആദ്യം കുറച്ച് പച്ചരി കുതിർത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ പൊടിയാണ് ദാണ്ട ഇവിടെ ഇടുന്നത്. 2 കപ്പ് മുഴുവനുണ്ട്. വറുക്കാത്ത അരിപ്പൊടിയാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ. ഇനി 3/4 കപ്പ് തേങ്ങാ ചിരണ്ടിയെ ചേർത്ത് കൈകൊണ്ട് തിരുമ്മിയെടുക്കണം. എന്നിട്ട് അതങ്ങ് അടച്ചു മാറ്റി വെച്ചേക്ക്. ബാക്കി വിശേഷം പറയാം. ഒരു 10-15 മിനിറ്റ് അവരവിടെ മിണ്ടിയും പറഞ്ഞും ഇരിക്കട്ടെന്നേ. ഇനി നമുക്ക് അവരെ ഒന്ന് കുഴച്ചെടുക്കാനുള്ള വെള്ളം തയ്യാറാക്കാം. നല്ല തറവാടികളായതുകൊണ്ട് അങ്ങനെ ചുമ്മാ ചൂടുവെള്ളം ഒഴിച്ചൊന്നും കുഴയ്ക്കാൻ പറ്റത്തില്ല. അതിന് ചേരുവകൾ വേറെ വേണം. അപ്പോൾ ഒരു 10-12 അല്ലി വെളുത്തുള്ളി, 4-5 ചെറിയുള്ളി, 1/2 കപ്പ് തേങ്ങ ചിരവിയത്, 1/2 സ്പൂൺ ജീരകം, പിന്നെ പാകത്തിന് വെള്ളം. ഇത്രയും ചേർത്ത് നല്ല മയത്തിൽ അങ്ങ് അരച്ചെടുക്കണം. വെള്ളം കൂടിയാലും കുഴപ്പമില്ലെന്നേ. ഇനി ഇതിൽ പാകത്തിന് വെള്ളവും ഉപ്പും ഒഴിച്ച് തിളയ്ക്കാൻ വെക്കണം. ഒപ്പം നമ്മൾ നേരത്തെ തിരുമ്മി വെച്ച അരിപ്പൊടി കൂടി എടുത്ത് വറുത്ത് എടുക്കണം. 2 കണ്ണുള്ളതിൽ ഓരോ കണ്ണ് ഇവർക്ക് 2 പേർക്കും കൊടുക്കണം. പറ്റിയാൽ ഓരോ കൈയും. കാരണം വറക്കുമ്പോൾ അരിപ്പൊടി ചോട്ടിപ്പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ നമ്മുടെ വെള്ളം തീ കൂട്ടിയും കുറച്ചും വെച്ച് രണ്ടും ഒപ്പത്തിനൊപ്പം പാകപ്പെടുത്തി എടുക്കണം. നല്ല പണിയാ അല്ലയോ? സാരമില്ല. അത് ഞാനൊരു ചരിത്രപുരുഷനാണ്. അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അരിപ്പൊടി വറുത്ത് ശരിയായി. ഒപ്പം വെള്ളവും തിളച്ചു. അപ്പോൾ ഈ വെള്ളം കുറേശ്ശെയായി അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുഴയ്ക്കണം. കൈകൊണ്ട് വേണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതിന് അവസരം തരാം. ഇപ്പോൾ വല്ല തവിയോ മറ്റോ കൊണ്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇത്തിരി നേരം തണുക്കാൻ വയ്ക്കുക. കൈകാര്യം ചെയ്യാം എന്ന് ഉറപ്പുള്ള ചൂടിൽ അത് ഞാൻ എത്തിയാൽ പിന്നെ ഒന്നും നോക്കണ്ട. ഒരു 2 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് അറിഞ്ഞ് മുറിഞ്ഞ് കുഴച്ചു. ഇതിനിടയ്ക്കൊരു കാര്യം, നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാടൻ രുചികൾ അടുത്ത തലമുറയ്ക്ക് കൂടി പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തിൽ തുടങ്ങിയ ഒരു ബ്ലോഗിൻ്റെ ഭാഗമാണ് ഈ ചാനൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും ഷെയറും ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ് നൽകുന്നത്. എന്നിട്ട് ചെറിയ ഉരുളകളാക്കി മാറ്റി വെച്ചേക്കും. ഇനി തേങ്ങാപ്പാൽ വേണം. 1-ാം പാലും 2-ാം പാലും 3-ാം പാലും വേണം. തേങ്ങാപ്പാലിലാണ് ഇതിനെ കുളിപ്പിച്ച് പുഴുങ്ങാൻ പോണത്. അപ്പോൾ ആദ്യം 3-ാം പാൽ ഒഴിച്ച് തിളപ്പിക്കുക. നന്നായി തിളച്ച് വരുമ്പോൾ ആ ചെറിയ ഉണ്ടകളിട്ട് കൊടുക്കുക. അടച്ചു വെച്ച് പാതി വേവിക്കുക. ഇനി ഇത്തിരി ചരിത്രം. ഇത് ഞാനൊരു ചരിത്രപുരുഷനാണ് എന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് പറയുന്നത്. ഈ സാധനം സിറിയൻ ക്രിസ്ത്യൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഭവമാണ്. പണ്ട് മതപരമായ ചടങ്ങുകൾക്ക് വിളമ്പുന്ന സ്പെഷ്യൽ സാധനമായിരുന്നു ഇത്. യേശുവിൻ്റെ 12 ശിഷ്യന്മാരെ പ്രതിനിധീകരിച്ച് 15 വയസ്സിൽ താഴെയുള്ള 12 കുട്ടികൾക്ക് ചില ആചാരപ്രധാനമായ ചടങ്ങുകൾക്ക് ശേഷം വിളമ്പിയിരുന്നു. അത് പണ്ടകാലത്തെ ആചാരമായിരുന്നു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് ഇതൊരു വിശിഷ്ട ഭോജ്യമായി മേശപ്പുറത്ത് വന്നു. പണ്ടത്തെ കാശുകാരുടെ വീട്ടിലൊക്കെ ഇത് ഉണ്ടാക്കൂ എന്ന അവസ്ഥയിലായി. സാധനങ്ങളൊക്കെ കോസ്റ്റ്ലി ആയിരുന്നേ. പിന്നെ വീട്ടിൽ എന്ത് വിശേഷം ഉണ്ടായാലും ഇതൊരു പ്രധാന വിഭവം എന്നായി. ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായി, ചിലപ്പോൾ ഡിന്നറിന്. എന്തായാലും ഇത് ഞാനിപ്പോൾ കോട്ടയത്തെ എല്ലാ പ്രധാന സൽക്കാരങ്ങൾക്കും മസ്റ്റാണ്. ഇനി 2-ാം പാൽ. അതിൽ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി കലക്കി വയ്ക്കുക. പിടി എന്ന് പറഞ്ഞാൽ ഇത്തിരി കട്ടിയായി കിടക്കുന്നതിൽ ഒരു ചെറിയ ഉണ്ടകൾ കിടക്കണം. അപ്പോഴാണ് പാൽപ്പിടിയാവുക. അല്ലെങ്കിൽ വെറും പിടി അഥവാ മിനിക്കൊഴുക്കട്ട എന്ന് വിളിക്കും. അപ്പോൾ അരിപ്പൊടി ചേർത്ത് വേവിച്ചാൽ പാൽ ഇത്തിരി കട്ടിയായി കിട്ടും. ഇനി അതങ്ങ് ചേർത്ത് വേവിക്കുക. സംഭവം നന്നായി വെന്ത് കഴിഞ്ഞാൽ 1-ാം പാൽ ചേർത്ത് ഒന്ന് ഇളക്കി വാങ്ങി വയ്ക്കാം. അത്രേ ഉള്ളൂ സംഭവം. ചൂട് ചെറുതായി ആറിയാൽ നല്ല വറുത്തരച്ച കോഴിക്കറി കൂട്ടി കഴിക്കാം. അപ്പോഴാണല്ലോ പിടിയും കോഴിയും എന്ന് വിളിക്കാൻ പറ്റൂ. അതിന് പറ്റിയ രസികൻ സർട്ടിഫിക്കറ്റുള്ള കോഴിക്കറി പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ദയവായി ലൈക്ക് ബട്ടൺ ഞെക്കുക. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.